ശബ്ദം കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റാണ്. രാവിലെ UAE ഭയങ്കര കാറ്റ്. തുണികളെല്ലാം എത്ര വലിയ കാറ്റടിച്ചിട്ടും ഈ തുണികളൊന്നും വീഴാതെ ഇരുന്നതാണ് എന്നെ അതിശയിപ്പിച്ചത്. കാരണം ഈ കാറ്റ് രാത്രി മുഴുവനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുണികളൊന്നും വീഴാതിരുന്നതിൻ്റെ കാരണം ഇതിന് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഹാങ്ങറുണ്ട്. ആ ഹാങ്ങർ ഇതിനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര കാറ്റ് വന്നാലും, സാധാരണ ഭയങ്കര കാറ്റിൽ നമ്മുടെ തുണികളൊക്കെ പറന്നു പോകും. പക്ഷേ അത് സുരക്ഷിതമായിട്ട് അതിനെ നല്ലതായിട്ട് ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് അത് പറന്നു പോകുന്നില്ല, ഹാങ്കർ പറന്നു പോകുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം. എത്ര വലിയ കാറ്റ് വന്നാലും, എത്ര കോളിളക്കം വന്നാലും, ഒരു ഭക്തനെതിരായി ഭയങ്കരമായ നമ്മുടെ വീട്ടുകാർ തന്നെയായിരിക്കും കാറ്റും ഈശാന മൂലനും ഒക്കെ വരുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ നിലംപരിചാകാതിരിക്കുന്നത് ആ കർത്താവിൽ നമ്മളുടെ ഹോൾഡിംഗ് ആണ്. ഒരു സ്പെസിഫിക് സമയം തീരുമാനിച്ച് കുറച്ച് സമയം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുക, മിണ്ടാതെ ഇരിക്കുക. നമ്മുടെ ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ശുഭവും സ്വസ്ഥവുമായിരിക്കട്ടെ നമ്മുടെ ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവും ദേഹിയും ദേഹവും അനന്യമായി കർത്താവിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുന്ന സമയം വരെയും ശുഭമായിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവനോട് ചേർന്നിരിക്കുക, അവനെ സ്നേഹിക്കുക. ആത്മീയമായ എല്ലാ കൃപാവരങ്ങളാലും അവൻ നിറയ്ക്കും. കഴിഞ്ഞ ദിവസത്തിലൊരു മോൾ ചോദിച്ചതാണ്, എനിക്ക് ആൻറ്റിയെ പോലെ ദർശനം പ്രാപിക്കണം, പൗലോസ് പോയതുപോലെ കരഗ്രഹത്തിൽ അമ്മേ ദർശനങ്ങൾ, അതൊക്കെ ഓക്കെ, എല്ലാം എനിക്കും വേണമെന്ന് പറയുമ്പോഴും നമ്മൾ ചെയ്യേണ്ട പാട്ട് കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. ഗലാത്യ ലേഖനം 4-ാം അധ്യായം നിങ്ങൾ വായിക്കണം. എത്രമാത്രമാണ് പഴയ നിയമത്തിൽ പാരമ്പര്യത്തിലിരുന്ന ന്യായപ്രമാണത്തിലിരുന്ന നമ്മളെ അവൻ സ്വതന്ത്രമാക്കിയത്. ആ സ്വാതന്ത്ര്യം ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തന്നുവെങ്കിൽ ഇനി നമ്മൾ അടിമ നുഖത്തിൽ പെണ്ണ് ആണെന്ന് പറഞ്ഞിരിക്കാതെ കർത്താവിൻ്റെ വേലയിൽ ഉറ്റിരിക്കുക, തികഞ്ഞ പുരുഷത്വം കാണിക്കുക. എല്ലാ സഹോദരിമാരും എഴുന്നേൽക്കുക. നമ്മൾ ക്രിസ്തുവിലാണ് ഹാങ് ആയിരിക്കുന്നതെങ്കിൽ ആർക്കും നമ്മളെ വീഴ്ത്തുവാൻ സാധിക്കില്ല. കാറ്റ് വരും, ഈശാനമൂലൻ കാറ്റ് വരും, പ്രതികൂലം വരും. പക്ഷെ മിണ്ടാതിരിക്കുക. ഒരു സന്ധ്യ, ഒരു രാവിലെ സൂര്യൻ വരും, ചന്ദ്രൻ വരും, പിന്നെയും മിണ്ടാതിരിക്കുക. കറക്റ്റ് സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് നമ്മുടെ അകത്തെ വളർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെയാണ് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രവചനത്തിൻ്റെ പുറകെ ഓടി നടക്കാതെ കേട്ടതിൽ മിണ്ടാതിരിക്കുക. 17-ാമത്തെ വർഷമാണ്. ഗാഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. എത്ര പേരെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. നിന്നോട് പറഞ്ഞത് മാത്രം നീ ചെയ്യുക. ഒരിക്കൽ നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരന്മാരെ ബലപ്പെടുത്തുവാൻ പറഞ്ഞുവെങ്കിൽ ആ വാക്ക് കേട്ട് മിണ്ടാതിരിക്കുമ്പോൾ നമ്മളുടെ വേല തികച്ച് നമ്മൾ ഈ ലോകം വിടുക. ദാറ്റ്സ് ഇറ്റ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.